ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് എന്താ പറയുക, ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ കുറച്ച് ലേറ്റ് ആയത് കാരണം വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് വരാൻ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഇന്നൊക്കെ പെരുന്നാളായിട്ട് നമ്മളെല്ലാവരും കൂടെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടാട്ടോ. നവാസിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നൊരു പെരുന്നാൾ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വായോ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ വായോ നമുക്ക് വീഡിയോ. ഞാൻ ഇൻട്രൊഡക്ഷനൊക്കെ എടുത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ അവർ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. നവാസിൻ്റെ ഉമ്മാനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ മുഖം പൊത്തിയിരിക്കുന്നത് അരവിന്ദ്, തൊട്ടപ്പുറത്ത് സായൂജ്, അലീഷാൻ, ഷാജഹാൻ, മിൻഹാജ്, അത് കഴിഞ്ഞ് അമീർ, അവിടെ കണ്ണട വെച്ചിട്ട് നിൽക്കുന്നതാണ് നവാസ്, തൊട്ടപ്പുറത്ത് വിഷ്ണു, പിന്നെ ധനശ്രീ. ഇതിൽ 4 പേര് KG ക്ലാസ് മുതൽ എനിക്ക് പരിചയമുള്ളവരാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കാണുന്നത് കേട്ടോ. എവിടെയാടാ പുഴ? എവിടെ? അടുത്താ? അവന്റെ വീട്ടിൽ ഇത്രയും ആളും ബഹളമൊക്കെ കണ്ടപ്പോൾ ആരോ അവിടുന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ആരാന്ന്. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇപ്പൊ അവൻ പറഞ്ഞത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇറങ്ങാം എന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു പുഴയുണ്ട്, കാണാൻ നല്ല രസം, അവിടേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കണ്ടാലും പറയും. പാവം ഒരു സ്പെക്സ് വെച്ചതിന്റെ പേരിൽ ചെറുതായിട്ടൊന്ന് തട്ടിയതാണ് കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ട്. ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, ചെറിയ ചെറിയ തമാശയും കാര്യങ്ങളും പണ്ടത്തെ കുറേ കാര്യങ്ങളും ഓരോരുത്തരെ ട്രോളിയിട്ടും ഒക്കെയാണ് അവിടെ വരെ നടന്നു പോയത്. സത്യം പറഞ്ഞാൽ പലതും സംസാരത്തിന്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയി പലതും കേട്ടോ. ഓരോ സ്ഥലത്തെത്തുമ്പോഴും എത്താറായോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അത് തന്നെ കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എത്തും, കുറച്ചേ ഉള്ളൂ എന്നൊക്കെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി എന്നാണ് വിചാരിച്ചത് ഇത് കണ്ടപ്പം. പക്ഷെ അവൻ പറഞ്ഞ ഇതല്ല, കുറച്ചുകൂടി അപ്പുറത്ത് നല്ല രസമുള്ള സ്ഥലം ഉണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ആ നട്ടാ കുരുക്കാത്ത വെയിലത്ത് വീണ്ടും വന്ന് നടത്തിച്ചു കേട്ടോ. അപ്പോൾ ഇത് കാണാൻ, ഈ സ്ഥലം കാണാൻ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലം ഒന്ന് ശരിക്കും നോക്കിക്കോളൂ കേട്ടോ. ഞാനിത് പറയാൻ എന്താ കാരണമെന്ന് നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോന്നു. ഇതാണ് ഇവൻ പറഞ്ഞ 2ാമത്തെ സ്പോട്ട്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് എനിക്കോ എൻ്റെ കൂടെ വന്നവർക്കോ തോന്നിയില്ല. സംഭവം രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. 2 സ്ഥലവും നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല മലയിൽ നിന്ന് വരുന്ന നല്ല തണുത്ത വെള്ളമായിരുന്നു. ഞങ്ങളെല്ലാവരും ഇറങ്ങി കയ്യും കഴുകി മുഖം കഴുകി. വെയിലത്ത് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ആ വെള്ളം ഒന്ന് തൊട്ട് നോക്കാൻ കാണുമ്പോൾ തന്നെ തോന്നിയായിരുന്നു. നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ്. പക്ഷേ ഇവൻ ആദ്യത്തെ സ്ഥലത്തെത്തിയപ്പം എന്തിനാണ് ആ വെയിലത്ത് 2ാമത്തെ സ്ഥലം ഇതിലും നല്ലതാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയത് എന്ന് ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ വെള്ളത്തിന്റെ സൗണ്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു പ്ലസന്റ് ഫീൽ തന്നു കേട്ടോ ഞങ്ങൾക്ക്. വെയിലായതുകൊണ്ട് അധിക സമയമൊന്നും നിന്നില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അരവിന്ദ്. LKG മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ്, ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 21 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ പുഴയും തോടും ഒക്കെ കണ്ട് വീട്ടിലെത്തിയിട്ടോ. ഇതാണ് നവാസിൻ്റെ വീട്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും വെയിലത്ത് ആകെ ക്ഷീണിച്ചാണ് വന്നത്. നവാസിൻ്റെ ഉമ്മ ഞങ്ങൾക്ക് നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം. പിന്നെ ഓരോരുത്തർ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടോ.
ശരി. അങ്ങനെ ധനശ്രീനെ വീടിൻ്റെ വഴിയിൽ ഇറക്കിയിട്ട് ഞാനും വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇതൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് കൂടി ഒന്നിച്ച് ഫുഡ് കഴിച്ചു. പിന്നെ പലർക്കും പല സ്ഥലത്തൊക്കെ പോകേണ്ടതായതുകൊണ്ട് പിന്നെ കൂട്ടത്തിൽ ഒരാളുടെ നിക്കാഹാണ് നാളെ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പിരിഞ്ഞു കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.